നമസ്കാരം. വാർത്താദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. പശ്ചിമ ബംഗാളിൽ നേരിയ സംഘർഷം. ഗുജറാത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പെന്ന് പ്രിയങ്ക ഗാന്ധി. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിൽ വിവാദം പുകയുന്നു. സ്പോൺസർഷിപ്പ് ആരെന്ന് വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പ്രതിപക്ഷം വേട്ടയാടുന്നുവെന്ന് ഇ.പി. ജയരാജൻ. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ. സുധാകരൻ തിരിച്ചെത്തും. നാളെ ചുമതലയേൽക്കും. സ്ഥാനമേൽക്കാൻ എ.ഐ.സി.സി നിർദ്ദേശം. തിരുവല്ല നഗരത്തിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. യുവതിയെ സ്കൂട്ടറിൽ നിന്ന് വലിച്ചു താഴെയിട്ടു. തിരുവല്ല സ്വദേശി ജോജോ കസ്റ്റഡിയിൽ. യുവതിയുടെ കൈക്കും കാലിനും പരിക്ക്. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് ടിപ്പർ ലോറി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ലോറിക്കടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മരിച്ചത് പെരുമാതുറ സ്വദേശി റുക്സാന. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത് റീ റിലീസ്. ഗില്ലിക്ക് പിന്നാലെ വിജയ് ചിത്രം വില്ലും വീണ്ടും തിയേറ്ററുകളിലേക്ക്. ചിത്രമെത്തുക വിജയുടെ പിറന്നാൾ ദിനത്തിൽ. വാർത്തകളിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 93 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഇന്ന് വിധിയെഴുതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി.